ഈ രഞ്ജിത്ത് ഈ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അയോധ്യ പോലെയുള്ള പ്രദേശത്ത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർക്ക് ഇതത്ര പുതുമയുള്ള ഒന്നായിരിക്കണമെന്നില്ല ഈ തണുപ്പ്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ എത്തുന്നവർ വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാൺപ്രതിഷ്ഠയിലേക്ക് എത്തുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉണ്ടാകുന്നത്? അതായത് ഈ തണുപ്പ് സഹിക്കാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണോ? പൊതുവെ അയോധ്യയിലേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കുറവായിരിക്കണമല്ലോ. സ്വാഭാവികമായും കേരളത്തിൽ നടക്കുമുള്ള ഇവിടെ ഞാൻ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് തെരഞ്ഞിട്ട് 4-5 മലയാളികളെ സാധാരണ നമ്മള് ഭൂഗോളത്തിന്റെ ഏത് മൂലയിലും മലയാളി ഉണ്ടെന്ന് പറയും. പക്ഷേ അയോധ്യയിൽ മലയാളികളുടെ എണ്ണം മലയാളി ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് 10,000 ലക്ഷങ്ങൾ വന്നു പോകുന്നിടത്തൊരു 4-5 മലയാളികൾ മാത്രമാണ്. പക്ഷെ ഇന്നലെ ഇവിടേക്ക് സ്വാമിമാർ 24 സ്വാമിമാർ സ്വാമി ചിദാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ടെന്റ് സിറ്റിയിൽ താമസമുണ്ട്. മറ്റ് VIP അതിഥികളായ PT ഉഷ, ശ്രീജിത്ത് പണിക്കർ അവരൊക്കെ അയോധ്യയുടെ സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ താമസമുണ്ട്. ഒരുപാട് ആളുകളെ ഇത്തവണ പ്രതീക്ഷിക്കേണ്ട. ഇവർക്ക് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എത്തുക 22-ന് ഫെബ്രുവരി 22-ന് മാത്രമായിരിക്കുമെന്നാണ്. അന്ന് അവർക്കായി പ്രത്യേക താമസ സൗകര്യവും അടക്കം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ വിശാലമായ സൗകര്യങ്ങളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അബ്ലോ കഹാം സെ? हरिद्वार से जी। भगवान शंकर के स्थान से भगवान राम के स्थान पे आए हैं। कोई दर्शन तो होंगे ना, आज कल के बाद होंगे दर्शन तो होंगे। हाँ 23 तारीख में 23 तारीख कितना दिन हो गया इधर आके? कल ही आए हैं। मौसम अच्छा है, बहुत सुंदर सुगंधित पवन बह रही है। क्या लग रहा है अयोध्या आके? बहुत बड़ा परिवर्तन राम में हो रही है पूरी अयोध्या। पहले आए हैं। पूरा परिसर बदल चुका है 4 साल पहले से। अब सारा इंफ्रास्ट्रक्चर पूरा डेवलप हो चुका है, बिल्कुल नया लग रहा है सब कुछ। सड़कें चौड़ी चौड़ी लग रही हैं, अलग तरीके का माहौल है, कोई उत्साह है। अरे अद्भुत खुशी है, बहुत तो छोटी है, बहुत शब्द तो छोटा है, अद्भुत है यहाँ। कल का दिन के बारे में क्या कहना? कल के लिए तो मन में एक अलग ही उत्साह है। कल के दिन के लिए तो भागे आए हैं। सब कुछ प्राण प्रतिष्ठा का दिन तो पूरा वैभवशाली होगा अयोध्या के लिए नहीं, पूरे भारतवर्ष के लिए। ഹരിദ്വാറിൽ നിന്ന് വന്ന കുറച്ച് ആളുകളാണ്. അങ്ങനെ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് ഇത്തരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. അതായത് രഞ്ജിത്ത്, ഇപ്പോഴീ എത്തുന്ന തീർത്ഥാടകരെല്ലാം ഒരുപക്ഷെ ഈ പ്രാൺപ്രതിഷ്ഠ കഴിഞ്ഞും ഇതുപോലെ തന്നെ അവിടേക്ക് എത്തും. അങ്ങനെയാണ് ഈ അയോധ്യയുടെ ഒരു ചിത്രം മാറാൻ പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ താൽക്കാലികമായ ഒരു ക്ഷേത്ര സംവിധാനം ഉണ്ടായിരുന്നു, അവിടെ പൂജാകർമ്മങ്ങളടക്കം നടന്നിരുന്നു. അത് ആണ് ഇപ്പോൾ ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ജനപ്രവാഹം അത് വരും ദിവസങ്ങളിലും തുടരും എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ഈ ജനപ്രവാഹം തുടരും അഭിലാഷ്. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, 23-ന് ശേഷമാണ് നമ്മളെ ഈ പതിവിൽ കവിഞ്ഞ ഒരു തിരക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഇവിടുത്തെ വ്യാപാരികളടക്കം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. 23-ന് ശേഷമാണ് പൊതുജനങ്ങൾക്കായി ദർശനമുണ്ടാകുക എന്നുള്ളതാണ്. किधर हम लोग बंगाल से आया है, कलकत्ता से आया है। पवित्र भूमि में हम मिट्टी लेने आया है। ये मिट्टी लेके हम जाएंगे, बंगाल में देंगे, शुद्ध हो जाएंगे। राम जी को हम दूर से आके दिखाए। हम भी बंगाल से आए हैं, बंगाल से। हाँ कलकत्ता 3 दिन हो गया, 3 दिन से आ गया, 2 दिन ठहरा। अरे बंद है, हम इधर ही है और कल भी रहेंगे, परसों भी रहेंगे, जाके निकल जाएंगे एकदम। ये आ गया तो बाबा दर्शन हो गया, यहाँ आ गया तो राम जी का दर्शन से हो। और हमारी 20 पीढ़ियां चली गई तब से अयोध्या की राम जन्मभूमि में राम का मंदिर नहीं था, वो राम का मंदिर अब मोदी साहब ने बना दिया है। हम बहुत आनंद में है, बहुत खुश है आज। आप ही नहीं है, पूरा अयोध्या, पूरा इंडिया। അഭിലാഷ് പറഞ്ഞതുപോലെ ഈ ജനങ്ങൾക്കൊക്കെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഭക്തർക്കുള്ള പ്രവേശനം 23 മുതലാണ്. നേരത്തെ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ സംസാരിച്ച ചില വ്യാപാരികളൊക്കെ അവരും അത്ഭുതത്തോടു കൂടിയാണ് അയോധ്യയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ മാറ്റം കണ്ടുവെക്കുന്നത്. കാരണം ഇത്രയധികം മാറ്റം അവർ പ്രതീക്ഷിച്ചില്ല. ഒരു 6-7 മാസത്തിനുള്ളിൽ ഉണ്ടായത് അത്ഭുതകരമായ പരിവർത്തനമാണ്. പുതിയ വിമാനത്താവളം വരുന്നു, പുതിയ റെയിൽവേ സ്റ്റേഷൻ, അത് മോഡിഫിക്കേഷനോടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നു, 100ഓളം ഹോട്ടലുകളുടെ നിർമ്മാണം
അയോധ്യയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ 7-സ്റ്റാർ ഹോട്ടൽ, 7-സ്റ്റാർ വെജിറ്റേറിയൻ ഹോട്ടൽ അയോധ്യയിൽ നിർമ്മാണം ആരംഭിക്കുന്നു. അമിതാഭ് ബച്ചനെ പോലുള്ള സെലിബ്രിറ്റികൾ ഇവിടെ ഭൂമി വാങ്ങുന്നു. 50 മടങ്ങ് വരെ ഭൂമിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ 1 ലക്ഷത്തിലോളം ആളുകൾ ഒരു ദിവസം അയോധ്യ കണ്ടു മടങ്ങുന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നു. 23 ശേഷം 23 മുതൽ അതിൽ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഇതിനുള്ള രീതിയിലാണ് ഇപ്പോൾ അയോധ്യയിലെ ഭരണകൂടം ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഇതൊരു സിറ്റിയാക്കി, ഇതൊരു ടൗൺഷിപ്പ് ആക്കി മാറ്റുക എന്നുള്ളതാണ് വലിയ കർത്തവ്യം. 1020 ഏക്കറിലുള്ള വലിയൊരു ടൗൺഷിപ്പ് ഇവിടെ ഉയരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ വലിയതോതിൽ സംഭവിക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതടക്കം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഓരോ നിരത്തുകളും മാറുന്നു. നമ്മുടെ ഈ ലതാ ചൌക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളൊക്കെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ തന്നെ, ഡൽഹിയിൽ നിന്ന് വരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ പങ്കുവെക്കുകയായിരുന്നു. അങ്ങനെ ഓരോ മേഖലയിലും വലിയ വികസനം സംഭവിപ്പിച്ചുകൊണ്ടാണ് അയോധ്യ മാറുന്നത്. അത് നമ്മൾ നേരത്തെ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു 3 ദിവസം മുമ്പ്. അതായത് 50,000 കോടി രൂപയുടെ കച്ചവടം, ഒരു സെയിൽസ് അയോധ്യ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു ഇന്ത്യ ഒട്ടാകെ എന്നുള്ളതാണ്. അത് വിവിധ മേഖലകളിൽ, തുണിത്തരങ്ങളിലായാലും ലോക്കറ്റുകളായാലും മറ്റു മേഖലകളൊക്കെ ആയാലും വ്യാപാരികൾക്ക് വലിയ തോതിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഈ സ്ത്രീജനങ്ങൾ അവർ വേഷഭൂഷാദികളോടുകൂടി ഇവിടെ തൊട്ടടുത്ത് വരെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷേ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അവർ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അവരെ അങ്ങോട്ടേക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കയറ്റിവിടില്ല. ഈ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളെ പാസ്സുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും കടന്നു പോകാനാകില്ല എന്നുള്ളതാണ്. അത് അത്രത്തോളം നിയന്ത്രണത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കത്തക്ക രീതിയിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു കലാപ്രകടനമൊക്കെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതിനപ്പുറത്തേക്ക് അവരെ കടത്തിവിടില്ല. അങ്ങനെ 3 തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടാണ് ഈ അയോധ്യയുടെ സുരക്ഷിതത്വം. അതിന് UP സർക്കാരിന്റെ സ്പെഷ്യൽ ഫോഴ്സ്, ടാസ്ക് ഫോഴ്സിന്റെ നിയന്ത്രണമുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ സേനകളുടെ സാന്നിധ്യവും നിയന്ത്രണവുമുണ്ട്. അങ്ങനെ പ്രത്യേക സംവിധാനങ്ങളോടുകൂടിയാണ് അയോധ്യയുടെ നിയന്ത്രണങ്ങൾ. അതിന് AI ക്യാമറകൾ വരെ ഉപയോഗിച്ചുകൊണ്ട്, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ. കാരണം പ്രധാനമന്ത്രി വരുന്നൊരു പരിപാടിയാണ്. അതിനപ്പുറത്ത് അയോധ്യയുടെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറുന്നത്. ഇവിടെ അവരുടെ ഒരു കലാപ്രകടനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. വനിതകളടക്കം ഇവിടെ നിന്ന് അവരുടെ ഈ രാമക്ഷേത്രത്തിന് മുന്നിൽ അവരുടെ ഭക്തി അവർ അർപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്.